ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഉപ്പുമാവ് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അറിയാത്തവർ ഒത്തിരി പേരുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല തുരുതുരായിരിക്കുന്ന ഉപ്പുമാവാണ്, ഒത്തിരി തിക്കായിട്ടല്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചതച്ചിടുക. ഓക്കെ. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്, ഇഡ്ഡലി മാവിന്. അതിന് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പാനിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 1 കപ്പ് റവയ്ക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 2 കപ്പ് റവ എടുത്തിരിക്കുന്ന കാരണം 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെള്ളത്തിന് പകരം 1 കപ്പ് പാലും 2 കപ്പ് വെള്ളവും, അങ്ങനെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വെള്ളത്തിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പാലും വെള്ളവും ചേർത്ത് ഈ മിശ്രിതം നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതൊരു അടുപ്പിൽ വെച്ചതിന് ശേഷം ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വലിയ ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കും. ആ ഉഴുന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ നിറം ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കടുക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാവും. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ റോസ്റ്റിനൊക്കെ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പുമാവാണല്ലോ, അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. അതും കൂടെ ആ നെയ്യ് കിടന്നിട്ട് ഒന്ന് റോസ്റ്റായി വരട്ടെ. ആ തേങ്ങയുടെയൊക്കെ ആ ഫ്ലേവർ അതിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. ഇത് ഏതാണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഉള്ളിയുടെയും എല്ലാ ഫ്ലേവറും നമ്മുടെ ആ വെള്ളത്തിലേക്ക് വരുന്നതായിരിക്കും, ഉള്ളിയുടെയും തേങ്ങയുടെയും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിൽ മാവ് എടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒരുമിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് കട്ട പിടിച്ചു പോകുമ്പോഴേക്ക് പിന്നെ അത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു കൈ കൊണ്ട് മാവിട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ആ സമയം കൊണ്ട്. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഉപ്പുമാവ് 2 തരത്തിലുണ്ടാക്കാറുണ്ട്. ഒന്ന് നന്നായിട്ട് കുഴഞ്ഞ രീതിക്ക് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഒന്ന് തുരുതുരായി ഉണ്ടാക്കാറുണ്ട്. നമ്മളിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല തുരുതുരാ ഉള്ള ഉപ്പുമാവാണ്, നല്ല തരി പോലെ ഇരിക്കുന്നത്. അപ്പോൾ കുഴഞ്ഞ ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക. അതായത് 1 ഗ്ലാസ് റവയ്ക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതായത് ഒരു 1/4 ഗ്ലാസ് കൂടെ ക്വാണ്ടിറ്റി അളവ് കൂട്ടിയാൽ മതിയാവും. അപ്പോൾ നല്ല കുഴഞ്ഞ ഉപ്പുമാവ് കിട്ടും. ചിലർക്ക് കുഴഞ്ഞ ഉപ്പുമാവായിരിക്കും ഇഷ്ടം, അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഏതാണ്ട് നല്ല നമുക്ക് നല്ല ഒരിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന രീതിക്കുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നല്ല സ്പെഷ്യലായിട്ട് വേറൊരു ഉപ്പുമാവ് കൂടെ ഉണ്ട്. അത് നമുക്കൊരു വേറൊരു എപ്പിസോഡിൽ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.